ആരാണോ യുദ്ധത്തിന് ആജ്ഞ നൽകുന്നത് അവരെ യുദ്ധമുന്നണിയിലേക്ക് അയച്ച് ആദ്യം പോരാടാൻ പറയണം. അപ്പോൾ കൈയും കാലും വിറയ്ക്കും. യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. അവർ മേശയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാകണം. ചർച്ചകളും സമാധാനവും മാത്രമേ ഇന്ത്യ പാക് ബന്ധത്തിൽ പ്രയോജനം ചെയ്യൂ എന്ന് സഹോദരൻ സുഹൈൽ ഖാനൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സൽമാൻ ഖാൻ പറഞ്ഞു. തന്റെ പുതിയ ചിത്രമായ ട്യൂബ്ലൈറ്റിന്റെ പ്രചരണാർത്ഥം നടത്തിയ പരിപാടിയിലായിരുന്നു സൽമാൻ ഖാന്റെ അഭിപ്രായ പ്രകടനം. യുദ്ധം ഒരു രാജ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്. എവിടെ യുദ്ധമുണ്ടാകുന്നോ അതിർത്തിക്കപ്പുറവും ഇപ്പുറവും ജനങ്ങൾ കൊല്ലപ്പെടും, സൽമാൻ ഖാൻ കൂട്ടിച്ചേർത്തു. അതേസമയം സൽമാന്റെ വാക്കുകൾ വലിയ വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദു സംഘടനകളും. താരം എപ്പോഴും പരിധികൾ ലംഘിക്കുകയാണെന്ന് ശിവസേന MP അരവിന്ദ് സാവന്ത് കുറ്റപ്പെടുത്തി. സൽമാന്റെ വാക്കുകൾ തള്ളിക്കളയുന്നുവെന്നും ഇതെല്ലാം പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണ തന്ത്രമാണെന്നും NCP വക്താവ് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് സൽമാനെ അനുകൂലിക്കുകയാണ്. വിവേകവും പക്വവുമായ വാക്കുകളായിരുന്നു സൽമാൻ ഖാന്റേതെന്ന് കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഝാ പറഞ്ഞു. നേരത്തെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ചലച്ചിത്രങ്ങൾക്ക് ബോളിവുഡിൽ വിലക്കേർപ്പെടുത്തിയപ്പോൾ ഭീകരരും കലാകാരന്മാരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന സൽമാൻ ഖാന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ് സൽമാൻ ഖാന്റെ പുതിയ ചിത്രമായ ട്യൂബ്ലൈറ്റ് വരുന്നത്. യുദ്ധത്തിന്റെ കെടുതികളാണ് ചിത്രത്തിന്റെ പ്രമേയം. മാതൃഭൂമി ന്യൂസ്, മുംബൈ.